നമ്മുടെ കപ്പ ബിരിയാണി റെഡി. ഇനി ചൂടോടെ കഴിക്കാം. എന്താ ബീഫ് കുക്കറിലേക്ക് ഇട്ടു. ഉള്ളിയും തക്കാളി എല്ലാം ഇതിലിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട്, ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, എന്താണോ ഇഷ്ടമുള്ളത് വെച്ച് ചെയ്യാം. പിന്നെ ബീഫാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇനി ഇത് വേവിക്കാം. ഒരു 8 വിസിൽ വരുന്നത് വരെ വേവിക്കാം. മസാല ആദ്യം ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ഒരു ചെമ്പെടുത്ത് അതിൽ ചെരിഞ്ഞ് കുറച്ച് ചെറുനാരങ്ങ നീര് വെച്ചു. കുറച്ച് കുരുമുളക് പൊടി ഇട്ട്, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട്, നേരത്തെ 2 ഉള്ളി മാറ്റി വെച്ചിട്ട് അത് വറുത്ത് തന്ന് എണ്ണയിൽ വറുത്ത് പൊരിയതാണ്. കുറച്ച് അതിട്ട് കുറച്ച് മല്ലിച്ചപ്പും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു സ്റ്റവ് ഓൺ ചെയ്തു അടുപ്പിൽ വെച്ചു. മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ച കിഴങ്ങാണ്, മരക്കിഴങ്ങ്. ഇതിനെ ഉടച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം. 2 വിസിലായപ്പോൾ കുക്കറിൽ നിന്ന് മാറ്റി. ഇനി ഈ കപ്പ ഇതിൽ മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിൽ മിക്സ് ചെയ്തു. പിന്നെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല പണിയെടുക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ വീഡിയോ യൂട്യൂബിലിടാൻ കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നതിന് കൂടുതൽ നല്ലത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർ നോക്കിക്കോളല്ലോ. ആ ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്, യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി. ഇത് ഉള്ളി പൊരിച്ചതാണ്. കുറച്ച് അത് കുറച്ച് ഉള്ളിലിട്ട് കൊടുക്കാം.